അപൂർവങ്ങളിൽ അപൂർവവും ഏറെ കൗതുകവും നിറഞ്ഞതുമായ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സഭയ്ക്കും നാടിനും തന്നെ അടുത്തറിയാവുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരുപോലെ അഭിമാനവും സന്തോഷവുമായി മാറുകയാണ് ഒരു കത്തോലിക്ക സന്യാസിനി. ചരിത്ര നിയോഗമെന്നും ഇതിനെ പേര് ചൊല്ലി വിളിക്കാം. കാര്യം ഇതാണ്: റിപ്പബ്ലിക് ദിന പരേഡിൽ NSS കേരള സംഘത്തെ നയിക്കുവാൻ ഇതാദ്യമായി ഒരു കത്തോലിക്ക സന്യാസിനി. അത്ഭുതപ്പെടേണ്ട, പറഞ്ഞത് സത്യമാണ്. ഡൽഹിയിലെ കർത്തവ്യപഥിൽ ജനുവരി 26 നടക്കുന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുള്ള 12 അംഗ NSS വോളണ്ടിയർമാരെ നയിക്കുന്നത് ഒരു കത്തോലിക്ക സന്യാസിനിയാണ്. കർമ്മലീത്ത സന്യാസിനി സമൂഹാംഗവും തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസിനാണ് ഈ ചരിത്ര നിയോഗം ലഭിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു സന്യാസിനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള NSS വോളണ്ടിയർമാർ പരേഡിൽ അണിനിരക്കുന്നത്. NSS ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായ സിസ്റ്റർ 2 തവണ MG യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് നേടിയിരുന്നു. സംസ്ഥാനത്ത് MG, കണ്ണൂർ, കാലിക്കറ്റ്, കേരള, KTU തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും IHRDയിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. പരേഡിന് ശേഷം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും വസതികളിൽ നടക്കുന്ന വിരുന്ന് സൽക്കാരത്തിലും അതിഥികളായി ഇവർ പങ്കെടുക്കും. ഡൽഹിയിലെത്തിയ സംഘം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിശീലനം തുടരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ NSS കണ്ടിജന്റ് 12 കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന 200 കണ്ടിജന്റിൻ്റെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോൾ കർത്തവ്യപഥിലാണുള്ളത്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് അവരെ കാണാം. ആദ്യഘട്ട പരിശീലനത്തിന് ശേഷം ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്, ചെറിയ വിശ്രമത്തിലേക്കാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാഷ്ട്രപതി ഭവൻ്റെ മുൻപിലാണ്. അങ്ങ് ദൂരെ ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ മോഡൽ മഞ്ഞിൽ മുങ്ങി നിൽക്കുകയാണ്. എങ്കിൽ പോലും ഒരു ചെറിയ നിഴൽ പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന മുഴുവൻ കണ്ടിജൻറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു നമുക്ക് വളരെയധികം രോമാഞ്ചമണിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. രാജ്യസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലാണ് ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാവരും 26-ാം തീയതിയിലെ റിപ്പബ്ലിക് ദിന പരേഡ് വാച്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം. എല്ലാവരെയും അതിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമെന്നും ചരിത്ര നിയോഗം എന്നുമൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു മുഹൂർത്തമാണ്. നാളുകളായുള്ള പരിശീലനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം ജനുവരി 26 പരേഡിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൈയിൽ ജപമാലയുമേന്തി രാജ്യത്തിൻ്റെ ഒരു അഭിമാന സുദിനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സിസ്റ്ററിനും കൂടെയുള്ളവർക്കും ഒപ്പം റിപ്പബ്ലിക് ഡേ പരേഡിനായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും MJ TV ആശംസകൾ.